ചേച്ചി 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 എങ്ങനെയാ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം കണ്ടെത്തിയത്? മുത്തശ്ശൻ എന്തെങ്കിലും പ്രത്യേക മന്ത്രപ്രയോഗങ്ങൾ ചേച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ പ്രയോഗം കൊണ്ടാണോ ചേച്ചി പണം കണ്ടെത്തിയത്? പറയ് ചേച്ചി, എന്തായിരുന്നു വിദ്യ? അതൊന്നുമേ ഇപ്പൊ പറയാനുള്ള നേരമില്ല. പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് നേരാവുന്നു. ഞാൻ വേഗം ഒരുങ്ങിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ശരി, പക്ഷെ എപ്പോഴെങ്കിലും ആ വിദ്യ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഓ, എന്തായാലും ചേച്ചി കാണിച്ചത് അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. പിന്നെ 20 ലക്ഷം രൂപ, അത് ഞാൻ ആദ്യമായിട്ട് കാണുക. 20 ലക്ഷം രൂപ കാണാനില്ലെന്ന് ചേച്ചി വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പേടിച്ച് വരണ്ടുപോയി. അത് കണ്ടു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ചേച്ചി? എന്തായാലും അത് കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ചേച്ചി, ആ പണം ചേച്ചിയുടെ അലമാരയിൽ നിന്ന് ആരായിരിക്കും എടുത്തു മാറ്റിയത്? ഈ വീട്ടിനുള്ളിൽ ഉള്ളവര് തന്നെ. അത്രേ എനിക്കിപ്പോ അറിയൂ. അതുമാത്രേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ. എന്തായാലും അധികം വൈകാതെ ആ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തും. എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി ഇത് കണ്ടെത്തണം. പല്ലവി, ഇത് എന്നെ കളിയാക്കാൻ വേണ്ടി നടത്തിയ കളിയാണ്. അതുപോലെ തന്നെ നിനക്കും ഈ വീട്ടിൽ നിന്നും ചതി പറ്റാം. എന്ത് ചതി? അതെന്താണെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല പല്ലവി. പക്ഷേ നീ സൂക്ഷിക്കണം. ഞാൻ എങ്ങനെ സൂക്ഷിക്കണമെന്നാ? നീ ഈ വീട്ടിൽ നിന്നാൽ മാത്രമേ നിനക്ക് അപകടം സംഭവിക്കൂ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട. നീ തിരികെ നാട്ടിലേക്ക് തിരിച്ചു പോണം. നാട്ടിലേക്ക് പോവാനോ? അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനോ? ചേച്ചി, ഈ കാര്യവും പറഞ്ഞ് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. ചേച്ചി പെട്ടെന്ന് റെഡിയായി ഫംഗ്ഷന് പോവാൻ നോക്ക്. പല്ലവി, അവിടെ പ്ലാന്റിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച്ഡാണ് അച്ഛമ്മ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ലൊരു കർമ്മം നടക്കുന്ന നേരത്ത് നിനക്കതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയല്ലോ. എനിക്കതില് വലിയ വിഷമമുണ്ട് മോനെ. പാർവതി സങ്കടത്തില്. പക്ഷേ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം അച്ഛമ്മ? എല്ലാം ദൈവനിശ്ചയം. പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പാർവതിയാണെന്ന് നേരത്തെ തന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും. ദൈവത്തിന്റെ ആ തീരുമാനത്തെ നമുക്കാർക്കെങ്കിലും തിരുത്താൻ സാധിക്കും. പ്ലാന്റ് അവൾ ഉദ്ഘാടനം ചെയ്യട്ടെ. അവൾ ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഐശ്വര്യം. അതെ, അതിലെന്താ സംശയം? ഗായത്രിക്ക് തുല്യം തന്നെയാ പാർവതി. അതുകൊണ്ട് പാർവതി തന്നെ വേണം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. പക്ഷേ അവൾക്കൊപ്പം നീ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഐശ്വര്യം ഇരട്ടിച്ചേനെ. അച്ഛമ്മേ, പാർവതി എന്നും എന്റെ തണലിൽ നിന്നാ മതിയോ? ഓഫീസ് കാര്യങ്ങളും ഫാക്ടറിയുടെ കാര്യങ്ങളും പാർവതി തനിയെ കൈകാര്യം ചെയ്യാൻ ശീലിക്കട്ടെ. അതിനൊരു തുടക്കമായിക്കോട്ടെ ഈ ഉദ്ഘാടനം. അത് നീ പറഞ്ഞത് ശരിയാ. സ്വന്തം നിലയ്ക്ക് കമ്പനിയെ നയിക്കാൻ അവക്കും സാധിക്കണം. പാർവതി റെഡിയായി എത്തിയില്ലല്ലോ മോനെ. വാ മോളെ. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോളെ. പാർവതി, ഇതിനുള്ളിൽ പണമാണ്. ഇതുപോലെയുള്ള ഉദ്ഘാടന ദിവസങ്ങളിൽ അമ്മ സ്വന്തം കൈകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കുമായിരുന്നു. ആ പതിവ് തെറ്റിക്കണ്ട. അമ്മ ചെയ്തിരുന്നത് പോലെ നീയും തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കണം. അതിനുള്ള ക്യാഷ് ഈ പെട്ടിക്കകത്ത് നിന്നും നിനക്കെടുക്കാം. ദാ.
ശരി വിശാൽ സർ, ദൈവമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്തോളാം. കാല് സുഖമില്ലാത്ത കാരണം എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ വരാതിരിക്കുന്നത്. ശരിക്കും എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. സാരമില്ല. എന്റെ വിഷമങ്ങളൊന്നും ഓർക്കാതെ പാർവതി സന്തോഷപൂർവ്വം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം. ഇക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. വിശാൽ, നീ ടെൻഷൻ ആവണ്ട. പാർവതിക്കൊപ്പം ഞങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യത്തില് പാർവതിക്ക് വല്ല പരിചയക്കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. പാർവതിയെ ശരിക്കും നോക്കിക്കോണം. അത് ഞങ്ങൾ ഏറ്റു വിശാലേ. ഇന്നിവളെ ഉയരോടെ മുകളിലേക്ക് കെട്ടിയെടുക്കും. അതിനൊരു വീഴ്ച വരാതെ ഞങ്ങൾ നോക്കുന്നുണ്ട് വിശാലേ. നിങ്ങളെല്ലാവരും ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങുക ഗാർഗി. നിക്ക് നിക്ക് നിക്ക്, ഞാനും കൂടി വരാം. ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. വേണ്ട വേണ്ട. അതെന്താ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേ? ഗാർഗി, ഉദ്ഘാടനത്തിനുള്ള മുഹൂർത്തം അടുത്തു. നീ ഇനി റെഡിയായി വരുമ്പോഴേക്കും സമയം പോകും. മുഹൂർത്തം തെറ്റും. നീ ഇവിടെ നിന്നാ മതി. വിശാലിന് സുഖമില്ലാതിരിക്കല്ലേ? നീ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഒരു സഹായമാവുമല്ലോ. ഞങ്ങള് പോയിട്ട് വരാം. ജാസ്മിൻ വരൂ. വിശാൽ സർ, പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. അച്ഛമ്മ, പോയിട്ട് വരാം. ഗാർഗി, ഗുഡ് മോർണിംഗ് മാഡം. വരൂ മാഡം. വരൂ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഹാർട്ടി വെൽക്കം മാഡം. വരൂ മാഡം. പാർവതി, നീ സന്തോഷിച്ചോ? നിന്റെ ഈ സന്തോഷം അധിക നേരത്തേക്ക് നീളില്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോ നിനക്കിപ്പോ ബൊക്കെ തന്ന് സ്വീകരിച്ച ആളുകള് നിനക്ക് റീത്ത് വെക്കും. നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, നമുക്ക് അകത്തേക്ക് വാ. വായിച്ച് ഇതില്ലേ മാഡം? മാഡം, ആരായാള്? ആ പ്രതാപ, ജാസ്മിൻ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ആളാണത്. കൃത്യം 10 മണിക്ക് പാർവതി നാട മുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുമ്പോ അയാൾ അവളുടെ കഥ കഴിച്ചിരിക്കും.
നീ വാ. മോളെ ഇരിക്കൂ. പുഷ്പങ്ങൾ അർപ്പിച്ചോളൂ. ഇതാ മോളെ, ഇനി ഇത് ഉടച്ച് പ്രാർത്ഥിച്ചോളൂ. അല്ലേച്ചി, നമ്മൾ ഉദ്ഘാടനത്തിന് അവക്കൊപ്പം നിൽക്കണ്ടേ? വേണം. ഇല്ലെങ്കിൽ ആളുകൾ നമ്മളെ സംശയിക്കില്ലേ? അതെ അതെ, നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ അവക്കൊപ്പം അവിടെ നിൽക്കുന്ന റിസ്ക് അല്ലേ? എന്ത് റിസ്ക്? അല്ല, അയാൾ പാർവതിയുടെ തലയിലിടുന്ന ചാക്കിട്ട് മാറി നമ്മുടെ തല വീണ എന്താ സ്ഥിതി? ആ പേടിയൊന്നും വേണ്ട അങ്കിൾ. അയാളൊരു പ്രൊഫഷണൽ കില്ലറാ. അയാൾക്കൊരിക്കലും ഒന്നും തെറ്റില്ല. അയാൾ ഇതുപോലെ ഇതിനു മുമ്പും ആൾക്കാരെ കൊന്നിട്ടുള്ളതാണ്. അതെനിക്കറിയാം. അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കണ്ട. എടാ, അത് മാത്രമല്ല, ലക്ഷങ്ങളാണ് അയാൾക്ക് എണ്ണിക്കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അയാൾ കാണിക്കാതിരിക്കോ? അപ്പൊ ധൈര്യമായിട്ട് പാർവതിക്കൊപ്പം ചെന്ന് നിൽക്കാല്ലേ? പിന്നല്ലാതെ. അവിടെ പോയി നിന്നാ നമുക്ക് പാർവതിയുടെ മരണം ലൈവായിട്ട് കാണുകയും ചെയ്യാം. അത് വേണം. അവള് ചോരയിൽ കുളിച്ച് പെടഞ്ഞു പെടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം. എനിക്കും പാർവതിയുടെ മരണം ലൈവായിട്ടൊന്നൊന്ന് കാണണം. ആ പിന്നെ ഒരു കാര്യം മറക്കരുത്, പാർവതിയുടെ മരണം കണ്ട് ആസ്വദിച്ച് നിന്നാ മാത്രം പോരാ. അവള് ചാവാൻ കിടക്കുമ്പോഴേ അലമുറയിട്ട് കരയും കൂടി വേണം. ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ കരഞ്ഞില്ലെന്ന് മറ്റുള്ളവർ ചിന്തിക്കും.
കരഞ്ഞേക്കാമേ. വലിയ വായില് എന്റെ മോളെ എന്നെ വിട്ടു പോയല്ലോ എന്ന് നെഞ്ചത്തടിച്ച് തന്നെ കരഞ്ഞേക്കാം. മാഡം, എല്ലാവരെയും മാഡം വിളിക്കുന്നു. ശരി, ചെല്ല്, ഞങ്ങള് വന്നേക്കാം. മരണം കാണിക്കാനുള്ള പാർവതിയുടെ ഇൻവിറ്റേഷൻ നമുക്ക് പാഴാക്കണോ? വാ. അമ്മേ, അമ്മ വരൂ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്തിനാ മോളെ, എന്തിനാ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്? അമ്മേ, അമ്മ വേണം നാട മുറിച്ച് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അയ്യോ, ഞാനോ? ഇവിടിപ്പോ എന്നെക്കാളും മുതിർന്ന ആള് അമ്മയല്ലേ? അമ്മ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് മര്യാദയല്ല. അമ്മ ഉദ്ഘാടനം ചെയ്തോളൂ. അയ്യോ മോളെ. അമ്മേ, ഇങ്ങോട്ടേക്ക് കയറി നിന്നിട്ട് ആ റിബൺ മുറിക്കൂ. അയ്യോ, അത് വേണ്ട മോളെ. ഉദ്ഘാടനം നീ തന്നെ ചെയ്താ മതി. കമ്പനിയിൽ ഇപ്പോ ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്തിരിക്കുന്നത് നീയാണ്. ഉദ്ഘാടനം നീ തന്നെ ചെയ്താ മതി. വേണ്ട, അമ്മ ഉദ്ഘാടനം ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. മോളെ, നീ ഇത് ചെയ്താ മതി. ഞാൻ ഏതായാലും ഉദ്ഘാടനം ചെയ്യാനില്ല. ആരൊക്കെ നിർബന്ധിച്ചാലും എനിക്കതിന് പറ്റില്ല. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. നീ ഈ റിബൺ മുറിക്കേ. അയ്യോ, എന്നെ നിർബന്ധിക്കരുത്. ഞാനില്ല ഉദ്ഘാടനം ചെയ്യാൻ. അല്ലെങ്കിലും നിന്നെ ആരും ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു? ഞാൻ നിന്നെ ഒന്ന് വെറുതെ നോക്കിയതല്ലേ. ഇത് ഉദ്ഘാടനം ചെയ്യാനും മാത്രം എന്ത് ബന്ധമാ നിനക്ക് ഈ കമ്പനിയായിട്ടുള്ളത്? അങ്ങോട്ട് മാറി നിൽക്കേ. അതെ, സ്വകാര്യം പറഞ്ഞ് നിൽക്കാതെ ഉദ്ഘാടനം നടക്കട്ടെ. ആ, മുഹൂർത്തം ഇപ്പൊ കഴിയും. അതിനുമ്പ് ചടങ്ങ് നടക്കണ്ടേ? മോളെ, നീ ആദ്യം ചടങ്ങ് നിർവഹിക്കേ.
ഇയാളാരാ? ഇയാൾ എന്തിനാ പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത്?